കറക്കുന്ന മെഷീന്റെ മോട്ടർ ഇതില്ലെങ്കിൽ നിങ്ങളുടെ മെഷീനെ വേസ്റ്റ് ആണ്. മിൽക്കിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പശുവിന് പ്രശ്നം നിങ്ങൾ തന്നെ വരുത്തി വെക്കുക. ഇനി എത്ര നാളാണ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ കറവക്കാർക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ പശു ഫാം ഉള്ളതുകൊണ്ട് നൈറ്റ് മൊത്തം ഉറങ്ങാതെ കണ്ണ് നട്ടിരിക്കുവാണോ? നമസ്കാരം. നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോണത് നിങ്ങൾക്ക് വീഡിയോ ആദ്യം തന്നെ മനസ്സിലാവും. അതെ, മിൽക്കിംഗ് മെഷീനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഒരു ഫാം വെച്ചിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഫാം മെയിൻറ്റെയിൻ ചെയ്തതിനൊക്കെ കഷ്ടമാണ് പാല് കറക്കുന്നത്. അങ്ങനെ ഇപ്പോഴുള്ള കാലത്തിൽ നമുക്ക് പാൽ ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് സമയം ഉണ്ടാകത്തില്ല. സമയം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ വെച്ച് കറക്കാനാണെങ്കിലോ ആളോട്ട് കിട്ടത്തില്ല. അങ്ങനെയിട്ട് കിട്ടിയാലോ അവർ ഒരു ദിവസം വരും, ഒരു ദിവസം വരത്തില്ല. അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന കൂലി വളരെ അധികമായിരിക്കും. അപ്പൊ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം നോക്കിയാൽ ഒരു മിൽക്കിംഗ് മെഷീനാണ്. അപ്പോൾ ഒരു മിൽക്കിംഗ് മെഷീൻ എവിടെ നിന്ന് വാങ്ങിക്കണം, എന്തൊക്കെ നോക്കി വാങ്ങിക്കണം എന്നാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് നമ്മുടെ MDയിൽ നിന്ന് മിൽക്കിംഗ് മെഷീൻ വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ MDയിൽ മാത്രമാണ് 24/7 നമ്മൾ സർവീസ് ആണെങ്കിലും സ്പെയർസ് ആണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവർ മെഷീൻ നോക്കുവാണെങ്കിൽ അവരൊന്നെങ്കിൽ ചൈനയെന്നോ അല്ലെങ്കിൽ മഹാരാഷ്ട്രന്നായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ MD ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സ്പെയർ ആണെങ്കിൽ സർവീസ് ആണെങ്കിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ഇപ്പോൾ ഒരു മിൽക്കിംഗ് മെഷീൻ നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ പൾസേറ്റർ ആണ്. നമ്മുടെ MDയിൽ നമ്മൾ വാട്ടർ പ്രൂഫ് പൾസേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ മറ്റു കമ്പനിയിലൊക്കെ നോക്കുവാണെങ്കിൽ അവർ MS അല്ലെങ്കിൽ നൈലോണിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ നൈലോണിലാണ് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തേഞ്ഞു പോകും, അല്ല MS കൊടുത്തെങ്കിൽ പെട്ടെന്ന് തുരുമ്പടിക്കും. പക്ഷെ നമ്മുടെ MDയിൽ നമ്മൾ വാട്ടർ പ്രൂഫ് പൾസേറ്റർ ഫുൾ ആൻഡ് ഫുൾ SS കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, മേളിൽ മാത്രം SS കൊടുത്തിട്ടുള്ള ഉള്ളിൽ എന്തായിരിക്കും? അങ്ങനെയല്ല, നമ്മുടെ MDയിൽ ഉള്ളിലുള്ള പ്ലേറ്റ് വരെ നമ്മൾ SS കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുരുമ്പടിക്കുന്ന പ്രശ്നമേ ഉണ്ടാകത്തില്ല. അടുത്ത വാക്വം ഡാം നോക്കുവാണെങ്കിൽ നമുക്കിവിടെ എപ്പോഴും നനഞ്ഞായിരിക്കും ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ യൂറിനോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊണ്ട് എപ്പോഴും ഈറനായിട്ടായിരിക്കും ഉള്ളത്. അവിടെ നമ്മൾ MS വാക്വം ഡാം കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തുരും പഠിക്കാൻ ചാൻസ് ഉണ്ട്, ഓട്ട വീഴാനും ചാൻസ് ഉണ്ട്. മറ്റു കമ്പനിയിലൊക്കെ MS വാക്വം ഡാം കൊടുക്കുമ്പോൾ നമ്മുടെ MD മാത്രമാണ് SS കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തുരും പഠിക്കുന്നത് ഓട്ട വീഴാനുള്ള ചാൻസേ ഇല്ല. അടുത്ത നമ്മൾ ക്ലോസറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ പോളി കാർബണേറ്റ് ട്രാൻസ്പെറന്റ് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല ഹൈ ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാലിന്റെ ഫ്ലോ എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. അതുകൂടാണ് നമ്മൾ പശുവിന്റെ മടിയിലിരുന്ന ലൈനർ നോക്കുവാണെങ്കിൽ നമ്മൾ 27mm നൈട്രേറ്റ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ടീത്ത് കപ്പ് നോക്കുവാണെങ്കിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റു കമ്പനിയിലൊക്കെ MS കൊടുക്കുമ്പോൾ നമ്മുടെ MD മാത്രമാണ് നമ്മൾ SS കൊടുക്കുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് മോട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ സ്പെഷ്യൽ ഡിസൈൻ മോട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതെ, നമ്മുടെ MD ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പർ വൈൻഡിങ് മോട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവത്തില്ല. കൂടാതെ നമ്മളിതിൽ ഹീറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ മെഷീൻ റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ മോട്ടർ ഹീറ്റ് ആവുകയാണ്, ഇതിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അത് കൂൾ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അടുത്ത നമ്മൾ മെഷീൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻബിൽഡ് ഓയിൽ പമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ മാനുവൽ മെഷീൻ പോലെ എത്ര ഓയിൽ ഉള്ളിൽ പോകണം, എത്ര ഓയിൽ ഉള്ളിൽ പോകണ്ടെന്നുള്ള കാൽക്കുലേഷനും ചെയ്ത് തല പോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മിൽക്കിംഗ് മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഈ ബെസ്റ്റ് മിൽക്കിംഗ് മെഷീൻ നമുക്ക് 30 അടി വരെ പൈപ്പ് ലൈൻ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതെ, നമ്മുടെ ഈ ബെസ്റ്റ് മിൽക്കിംഗ് മെഷീൻ നമുക്ക് ഇപ്പോൾ ഫിക്സഡ് ആയിട്ട്, അതായത് 30 അടി വരെ പൈപ്പ് ലൈൻ കണക്ട് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം. അല്ല ഒരിടത്ത് വെച്ച് നമുക്ക് 4 പോലെ ഒരിടത്ത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഉന്തിക്കൊണ്ട് നടന്നാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഫാം നോക്കുവാണെങ്കിൽ എല്ലായിടത്തും ചിലപ്പോൾ കറണ്ട് ഉണ്ടാവത്തില്ല. നമ്മൾ ചില സ്ഥലങ്ങളിൽ പശു കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും കറണ്ട് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ, കറണ്ട് ഇല്ലല്ലോ, അപ്പൊ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിൽ 6 HP പെട്രോൾ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്രോൾ ഉപയോഗിച്ച് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പെട്രോളും ഇല്ല, കറണ്ടും ഇല്ല, ഞാൻ എന്ത് ചെയ്യാൻ നോക്കുവാണെങ്കിൽ വീട്ടിൽ UPS ഇല്ലേ, നമുക്ക് UPS യൂസ് ചെയ്യാം. മാത്രമല്ല നമുക്ക് സോളാറിലും ഈ മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ മെഷീൻ നമ്മളിപ്പോൾ 10,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതെ, നമ്മൾ ഈസി ഇമെയിൽ കുറഞ്ഞ മുതൽ മുടക്കിലാണ് കൊടുക്കുന്നത്. മാത്രമല്ല നമ്മൾ ഡിസ്കൗണ്ടിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 10,000 രൂപയ്ക്ക് ഈസി ഇമെയിലും കൂടെ മെഷീൻ വാങ്ങിക്കണ്ടേ? അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, 10,000 രൂപ കമന്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ മെഷീൻ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഉടനെ സ്ക്രീനിൽ കാണാൻ നമ്പർ വിളിക്കും, നിങ്ങളുടെ മെഷീൻ സ്വന്തമാക്കും.